Welcome back to Civil Tech. So 51 question നോക്കാം. The portion of styles which decreases its width at a lock level are called. അതിന് നമ്മൾ പറയുന്ന പേര് ഗൺ സ്റ്റോക്ക് എന്നാണ്. Name the windows fixed on the flat roof to provide light to the inner portion. ആ ടൈപ്പിനെ നമ്മൾ ലാൻഡേൺ വിൻഡോ എന്നാണ് പറയുന്നത്. In which area the crop is grown at a particular time or crop season. Cultivable, cultivated area ആണ്. Which is the time in between first watering of a crop at the time of sowing to its last watering before harvesting. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ബേസ് പീരീഡ്. Which is the season in which the crops are sown in autumn and they are harvested in spring. ഏതായിരിക്കും? OMR എന്ന് പറയുന്ന കോഡ് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ ടു മാർച്ച് റാബി സീസൺ. Which canal is water directly from the river. റിവറിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നത് ആരാണ്? മെയിൻ കനാൽ. In which hydrostatic structure in drainage taken over the irrigation canal. കറക്റ്റ് പറഞ്ഞാൽ സൂപ്പർ പാസേജും കനാൽ സൈഫണും വരാം, പക്ഷേ ആൻസർ കൊടുത്തിരുന്നത് സൂപ്പർ പാസേജ് ആണ്. ക്യാൻസലൊന്നും ചെയ്ത് പോയ ക്വസ്റ്റ്യൻ അല്ല. In which pipes are used to water from storage reservoir to power house ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് പെൻസ്റ്റോക്ക് ആണ്. The ground is considerable as level if the slope of the ground is up to 3 degree. The survey is of only a temporary character and be finished in a single day. Survey stations should be marked on the ground using. നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്യാൻ, ടെമ്പററി ആയിട്ട് മാർക്ക് ചെയ്യാൻ വുഡൻ പെക്സ് യൂസ് ചെയ്യാറുണ്ട്. If the lines are on different sides of the different meridian, the included angle is. ഇത് നിമിയിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ ആണ്. അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. 180 degree minus difference of the two reduced bearings. The bearing of a line AB is 152 degree 20 minutes, ABC 124 degree 38 minutes. What is the bearing of BC? BCയുടെ ബിയറിംഗ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ. AB ആണ് 152 ഡിഗ്രി, ABC 124 ഡിഗ്രി 38 മിനിറ്റ് ആണ്. AB എന്ന് പറയുമ്പോൾ നടുക്ക് B ആണ് വന്നിരിക്കുന്നത്. സോ നമ്മുടെ ഒറിജിൻ B ആയതുകൊണ്ട് തന്നെ BA ആണ് വരേണ്ടിയിരുന്നത്. സോ അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ 4 ബിയറിംഗ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കാം. ബാക്ക് ബിയറിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? BA കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? 180 + 152 ഡിഗ്രി 20 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കിട്ടും 332 ഡിഗ്രി 20 മിനിറ്റ്സ് എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? BC കണ്ടുപിടിക്കാൻ ആംഗിൾ ABC പ്ലസ് നമുക്കിപ്പോൾ കിട്ടിയ BA ചെയ്താൽ മതിയാവും. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുക. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 332 ഡിഗ്രി 20 മിനിറ്റ്സ് പ്ലസ് 124 ഡിഗ്രി 38 മിനിറ്റ്സ് 456 ഡിഗ്രീന് കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം 456 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാറില്ല, കാരണം നമുക്ക് തന്നെ 360 ഡിഗ്രി ആംഗിളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി ഇനി എന്ത് ചെയ്യണമായിരിക്കും? ഈ കിട്ടിയ ആംഗിളിനെ 360യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. 456 58 വലുതല്ലേ, ദെൻ 360. ഓക്കെ, ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ആൻസർ കിട്ടുമോ നോക്കി. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ഓക്കെ, 96 58 ഡിഗ്രി ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണേ. ദ ഇൻഡെക്സ് ആം ആൻഡ് ദ ക്ലിപ്പിംഗ് ആം ആർ ടുഗദർ നോൺ ആസ്. ഇൻഡെക്സ് ആമും ക്ലിപ്പിംഗ് ആമും വരുന്നതിന് T ഫ്രെയിം എന്നാണ് പറയുന്നത്. ഇൻ തിയോഡലൈറ്റ് സെൻറ്ററിങ് ഈസ് ദാൻ മീൻസ് ഓഫ്. സെൻറ്ററിങ് നടക്കുന്നത് ഏത് ബേസിസിലാണ്? പ്ലം ബോബ് യൂസ് ചെയ്തിട്ടാണ്. ദ മെത്തേഡ് യൂസ്ഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ സോളി. ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് റിസെക്ഷനാണ്. ദ ഡിസ്റ്റൻസ് ഓഫ് ദ ചേഞ്ച് പോയിൻറ്റ് ഫ്രം ദ ലെവൽ ഷുഡ് നോട്ട് എക്സീഡ്. എത്ര കാലം കൂടാൻ പാടില്ല? 100 മീറ്റർ. ഫോർ ദ പ്രിപ്പറേഷൻസ് ഓഫ് വർക്കിംഗ് പ്രൊഫൈൽ ദ ഡേറ്റം ആൻഡ് ഗ്രൗണ്ട് ലൈൻസ് ആർ ഡ്രോൺ ഇൻ. നോർമലി നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദ പ്രോസസ് ഓഫ് ഇറക്റ്റിംഗ് ദ സ്റ്റേക്സ് അറ്റ് എ ഗിവൺ എലിവേഷൻ ഓർ ഗ്രേഡിയൻറ്റ്. എലിവേഷൻ അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് ആണ് സെറ്റിംഗ് ഗ്രേഡ് സ്റ്റേക്സ് എന്നാണ് പറയുന്നത്. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് എർത്ത് വർക്ക് ഫോർ എ പ്രൊപ്പോസ്ഡ് റോഡ് ഓഫ് ഫോർമേഷൻ വിഡ്ത്ത് 10 എന്ന് വെച്ചാൽ B വിഡ്ത്താണ് 10 മീറ്റർ തന്നിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത് 60 മീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ സൈഡ് സ്ലോപ്പ് 1.5 എന്ന് പറയുമ്പോൾ 1.5:1 ആണ്. എന്ന് വെച്ചാൽ സൈഡ് സ്ലോപ്പ് 1.5 എന്നാണ് തന്നിരിക്കുന്നത്. ആൻഡ് ദ ഹൈറ്റ് അറ്റ് സെൻറ്റർ ഈസ് 4 മീറ്റർ. നടുക്ക് വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്റർ തന്നിട്ടുണ്ട്. നടുക്ക് വരുന്ന ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് D എന്നാണ് വരുന്നത്. നൊട്ടേഷൻ D ആണ്. ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? AICക്ക് ഏരിയയിലെ കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താണ്? BD + SD². ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. സോ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ആരം വേണം, ഏരിയ വേണം.
അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ. ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 മീറ്റർ, എൽ തന്നിട്ടുണ്ട്, എസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് എന്ന് പറയുന്നത് ആ നടുക്കുള്ളതാണ് ഹൈറ്റ്, അതാണ് ഡി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് 64 എന്ന് കിട്ടും. അപ്പോൾ ഏരിയ കിട്ടി. ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഏരിയ ഇൻറ്റു ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ വോളിയം കിട്ടും. സോ ഏരിയ 64, ലെങ്ത് 60 നമുക്ക് കിട്ടുമ്പോൾ ആൻസർ എത്ര കിട്ടും? 3840 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 3840 എന്ന് കിട്ടും. Curves which are provided on roads or railways for easy change of grade called. കർവ്സ് എന്തിനു വേണ്ടിയിട്ട്? റോഡ്സും റെയിൽവേസിലും ഒക്കെ ആ ഗ്രേഡിയൻറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഏത് ടൈപ്പ് കർവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? വെർട്ടിക്കൽ കർവാണ്. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ? ഏതാണ്? ടോട്ടൽ സ്റ്റേഷൻ. ഹൗ മെനി മെയിൻ എലമെൻറ്റ്സ് ആർ ദെയർ ഇൻ GPS സിസ്റ്റം? GPS സിസ്റ്റത്തിലൊക്കെ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന സംഭവമാണ്. എത്ര എണ്ണം ഉണ്ട്? 3 സെഗ്മെൻറ്റ്സ് ആണ് നമുക്കുള്ളത്. In which year AutoCAD was first introduced? By 1982. Introduced 1982. Which key is used to cancel or ignore the entry of command that just entered? ഏത് കീയാണ്? ESC key. Which tools bars helps us quicker way to access general control and setting for AutoCAD? Menu bar. The functional key used as save as function. Save as ആണ്. ഇത് മുന്നേയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സേവ് അസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് F12. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ ഓൺ ഓഫ് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീൻ്റെ പാലറ്റിനെ കുറിച്ച് നമ്മൾ എടുക്കുന്നത് Ctrl+1 ആണ്. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ ഡെഫൈൻഡ് ആംഗിൾ ആൻഡ് എക്സാക്ട് നമ്പർ? സോ array ആണ് ആൻസർ. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് 3D സോളിഡ് ഫ്രം റെസ്പെക്റ്റീവ് ക്ലോസ്ഡ് 2D ഡ്രോയിങ്? ഏതാണ്? എക്സ്ട്രൂഡ് ആണ് വരുന്നത്. വാട്ട് ഈസ് ദ കമാൻഡ് ഓഫ് ലേഔട്ട് ഫോർ പ്ലോട്ടിംഗ്? ലേഔട്ടിൻ്റെത് LO. അടുത്ത് 2 ounce ഇൻ എ ഗ്രാം. 2 ounce എന്ന് പറയുന്നത് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ounce എന്ന് പറഞ്ഞാൽ 28.35 ആണ്. അങ്ങനെയെങ്കിൽ 2 ounce കണ്ടുപിടിക്കാൻ ഇൻറ്റു 2 ചെയ്താൽ പോരെ? സോ 56.7 ആണ് വരുന്നത്. 56.7 ആണ്. 56.7. ഓക്കെ, നിങ്ങളൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കുക കറക്റ്റാണോ ഇല്ലേന്ന്. 56.7. ദ കപ്പാസിറ്റി ഫോർ ഡൂയിങ് വർക്ക്. സോ സിമ്പിളാണ്, നമ്മൾ പഠിക്കുന്ന അതേ ലെവൽ അതേ പോയിൻ്റാണ് ആ ചോദിച്ചിരിക്കുന്നത്. എനർജി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ദ റേഷ്യോ ഓഫ് വർക്കിംഗ് സ്ട്രെസ് ടു അൾട്ടിമേറ്റ് സ്ട്രെസ് ഈസ് കോൾഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. Unit of Young's modulus is same that of stress. The ratio of linear strain to lateral strain is called Poisson's ratio. The ratio of changing length to the original length is called strain. കാണുമ്പോൾ തന്നെ അറിയാം ഏതൊക്കെയാണ് കറക്റ്റ്. രണ്ടാമത്തത് കറക്റ്റാണ്, അതുപോലെ നാലാമത്തതും കറക്റ്റാണ്. കാരണം യങ്സ് മോഡുലസ് അത് എങ്ങനെയാണ്? നമ്മുടെ സ്ട്രെസ്സിൻ്റെ സെയിം യൂണിറ്റ് ന്യൂട്ടൺ പെർ mm സ്ക്വയർ അല്ലേ? അതുപോലെ Δl/L എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിൻ ആണ്. പക്ഷെ മറ്റ് രണ്ടും കറക്റ്റ് അല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് 2 and 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? വീണ്ടും കറക്റ്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നട്ട് ക്രാക്കർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫസ്റ്റ് ക്ലാസ് ലിവർ. കറക്റ്റ് അല്ല. ദെൻ സീസോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡ് ക്ലാസ് ലിവർ. കറക്റ്റ് അല്ല. ഇൻ ക്രൗബാർ ഫൾക്രം ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ഇൻപുട്ട് എഫേർട്ട് ആൻഡ് ഔട്ട്പുട്ട് ലോഡ്. ഓക്കെ ആണ്. ഫിനിഷിംഗ് റോഡ് ഈസ് ആൻ ഫിഷിംഗ് റോഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് തേർഡ് ക്ലാസ് ലിവർ. തേർഡ് ക്ലാസ് ലിവറിന് വളരെ കുറച്ച് എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. അതിലൊരെണ്ണമാണ് എന്തെന്ന് പറയുന്നത്? ഫിഷിംഗ് റോഡ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ബോത്ത് 3 and 4 ആണ് കറക്റ്റ്. സൈൻ എ ഇൻറ്റു കൊസി കെ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. എക്സ് പെർ സെക്കൻഡ് ഇൻ ദ സെക്കൻഡ് ഈസ് ദ SI യൂണിറ്റ് ഓഫ് പവർ ആണ്. Maximum super elevation or hill road should not exceed 10. What is the minimum distance between the specified position on the bridge? Clearance. A bridge is called culvert if its span is up to 6. What is the distance between rails in a broad gauge on the basis of width of the track of Indian Railway? 1.676 meter. The railway line was established during the region of which Governor General in India? Lord Dalhousie. The slope provided in the longitudinal direction of the road? Gradient. ശ്രദ്ധിക്കുക, longitudinal direction of the road gradient.
ട്രാൻസ്വേഴ്സ് ആണ് ക്യാമ്പറൊക്കെ പറയുന്നത്. വിച്ച് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫോർ ആൻ ഐഡിയൽ സൈറ്റ് ഫോർ എ ബ്രിഡ്ജ്. റീച്ച് ദ സ്ട്രീംസ് ഷുഡ് ബി സ്ട്രെയിറ്റ്. ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ ദ പെർമനൻ്റ് ആൻഡ് ഫുട്പാത്ത് ഏതാണത്? കർബ്സ്. എ ഫ്ലെക്സിബിൾ കണക്ഷൻ ബിറ്റ്വീൻ ദ വാട്ടർ മെയിൻ ആൻഡ് സർവീസ് പൈപ്സ് മെയ്ഡ് ഓഫ് മെറ്റീരിയൽ ലൈക്ക് സ്ലെഡ്സ്. ഫ്ലെക്സിബിൾ എന്ന് കണ്ടാലേ എഴുതുക. എന്താണത്? ഗൂസ് നെക്സ് ആണ്. ഗൂസ് നെക്സ്. സിയോലൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? റിമൂവൽ ഓഫ് പെർമനൻറ്റ് ഹാർഡ്നസ്. വാട്ട് ഈസ് ദ ചീഫ് സോഴ്സ് ഓഫ് ഓൾ വാട്ടർ സപ്ലൈസ്? വളരെയധികം ചീഫ് സോഴ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഏതാണ്? പ്രസിപ്പിറ്റേഷൻ അല്ലേ. എ ലാംപ് ഹോൾ ഈസ് യൂസ്ഡ്. ലാംപ് ഹോൾ എന്തിനാണ്? ഒബ്സ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനല്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന? ഓപ്ഷൻ ബി ആണ് വരുന്നത്. The organic matter deposited at the bottom of the sedimentation tank during the treatment of the sewage is called sludge. A pipe which installed in the house drainage to preserve the water of traps is known as anti-siphonage pipe.